യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതല്ലേ? അതെ, ഇത് വലിയ അമ്പലമാണല്ലോ. അമ്പലത്തിന്റെ വലിപ്പം മാത്രമല്ല, ശക്തിയോ അപാരോ. വിളിച്ച വിളിപ്പുറത്താ മാരിയമ്മൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ നടയിൽ വരുമ്പോഴാ എന്റെ രോഗം പോലും മാറുന്നത്. എന്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഇവിടെ ആര് പ്രാർത്ഥിച്ചാലും ഫലം അച്ചട്ട. ആദരയ്ക്ക് എന്തെങ്കിലുമൊക്കെ മോഹങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എല്ലാം മാരിയമ്മ സാധിച്ചു തരും. ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചോ, അമ്മ വിളി കേൾക്കും. മാരിയമ്മനല്ല, 33 ദൈവങ്ങൾ ഒന്നിച്ച് താഴെ ഇറങ്ങി വന്നാലും നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ലടി. ഇന്ന് നിന്റെ അന്ത്യമാ. ഇവിടെ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ശ്രീലതേ. അതിന് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ കൈകൂപ്പി തൊഴുതാ മതി. പിന്നെ എനിക്ക് തുളസിമാല വഴിപാടുണ്ടായതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിന് 11 വലതു വെക്കണം. എന്നാ ഞാനും വരാം. അയ്യോ, അത് വേണ്ട. അതെന്താ? അസുഖമില്ലാത്തവര് ഇവിടെ വലതു വെച്ചാ അത് ദോഷഫലം ഉണ്ടാക്കും. എനിക്കാണല്ലോ മനോരോഗം, അപ്പൊ ഞാൻ വലതു വെച്ചിട്ട് വരാം. വല്ലാത്ത ആചാരങ്ങൾ തന്നെ. അതിനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ, ഞാൻ അപ്പോഴേക്കും വലതു വെച്ചിട്ട് വരാം. അപ്പൊ തുളസിമാല വാങ്ങണ്ടേ? ഓ, അത് 11 പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം. എന്റെ മാരിയമ്മ ഭഗവതി, എന്റെ സുനീഷേട്ടനെ കാത്തോളണേ. ലോട്ടറിയുടെ ഭാഗ്യം നഷ്ടപ്പെട്ടെങ്കിലും എന്റെ സുനീഷേട്ടന്റെ ജീവിതം ഒരു ഭാഗ്യമാക്കി തരണേ ഭഗവതി. മാരിയമ്മനായാലും മലമുകളിലെ ദേവിയായാലും നീ എനിക്ക് എന്റെ തലേക്കാവിൽ അമ്മ തന്നെ. കണ്ണീരോടെ മനസ്സ് നൊന്ത് വിളിച്ച് നീ വിളി കേൾക്കുന്ന ശ്രീലത പറഞ്ഞത്. എന്റെ പ്രാർത്ഥന നീ കൈക്കൊള്ളണേ ദേവി. എണ്ണിക്കോണേ അതിരെ. അവളുടെ ഒരു കള്ളക്കണ്ണീര്.
അവളുടെ പ്രാർത്ഥന കേക്കല്ലേ എന്റെ ദേവി. ആ, ഞങ്ങൾ എത്തി. ഇവിടെ നടയിലുണ്ട്. അതെ അതെ, നീല സാരി തന്നെ. അപ്പൊ എന്റെ കാശ്? ആ ശരി ശരി. നിങ്ങളാണോ എന്നെ ഫോൺ വിളിച്ചത്? അതെ. നിങ്ങൾക്ക് എന്തിനാ അവളെ കൊല്ലാനാണോ? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? നിനക്ക് പറഞ്ഞ കാശ് കിട്ടിയ പോലെ. അത് മതി. എന്നാലും നാളെ ഇത് വല്ല കുഴപ്പമാവോ? നീയായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. നിനക്കൊന്നും അറിയില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ കുറച്ച് കാര്യത്തിലും സെന്റിമെന്റ്സ് ഒക്കെ അങ്ങ് അഭിനയിച്ചു. നിന്നെ ആരും സംശയിക്കില്ല. പറഞ്ഞത് മുഴുവനുണ്ട്, എണ്ണി നോക്കിക്കോ. അതൊന്നും സാരമില്ല. നിങ്ങളെ എനിക്ക് വിശ്വാസം. നേരം കളയാതെ വേഗം അവളെയും പിടിച്ചോണ്ട് പോവാൻ നോക്ക്. വാടാ. എന്താ? ആരാ നിങ്ങളൊക്കെ? അടങ്ങി നിൽക്കണേ. അടങ്ങി നിൽക്കേ. അടങ്ങിക്കല്ലോ പറഞ്ഞേ. ഇങ്ങോട്ട് വേണേ. അയ്യോ അതിന്, അയ്യോ അവളെ ഒന്നും ചെയ്യല്ലേ.